ചോദിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ജീവിതം മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നേരം കൊച്ചു രഹസ്യ പുണ്യവതിയെ വീണ്ടും ഓർക്കാണ്. പുണ്യവതി പറയുന്നുണ്ട്, സ്വർഗത്തിലുള്ള ദൈവം എൻ്റെ അപ്പനാണ്. ആ അപ്പന് വേദനിക്കുന്ന ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നതൊക്കെ എൻ്റെ അപ്പൻ എനിക്ക് ചെയ്തു തരണം. എന്തൊരു സിമ്പിളായിരുന്നു ആ പ്രാർത്ഥന, എന്തൊരു മഹത്വമുള്ളൊരു സ്പിരിച്വാലിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കണം. സ്വർഗത്തിലുള്ള എൻ്റെ അപ്പനെ വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നതൊക്കെ എൻ്റെ അപ്പൻ എനിക്ക് ചെയ്തു തരണം. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കുടുംബത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കാൻ കാവല് പോലെ നിൽക്കുന്ന ഒരപ്പനെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? ഒരപ്പൻ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ, തൻ്റെ പ്രിയപ്പെട്ടവരെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കണം? ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പോലും, ആരെങ്കിലും കടന്നു കയറാൻ ശ്രമിച്ചാൽ പോലും ഇങ്ങനെ ആ കുടുംബത്തിന് ചുറ്റും ഒരു കോട്ടയായിട്ട് ഈ മനുഷ്യൻ നിൽക്കുന്നത് നമ്മൾ കാണണം. നമ്മുടെ അപ്പന്മാരെ നോക്കിയാണ് ഇന്നത്തെ പ്രാർത്ഥന അവർക്ക് വേണ്ടി കൂടെ കൊടുക്കുന്നത് നല്ലതാണ്.